ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് വട റെസിപ്പിയാണ്. അവൽ വെച്ചാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല ക്രിസ്പിയാണ്, എന്നാകും നല്ല സോഫ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവലിൽ അഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 തവണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് നന്നായി ഒന്ന് കുതിർത്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു അരിപ്പയിലൂടെ ഇതങ്ങ് അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം കഴിയുന്നത്ര വെള്ളം കളഞ്ഞാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പറ്റുന്ന പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് വടയ്ക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം കായപ്പൊടി കൂടി ചേർക്കാം. അത് നല്ലൊരു ഫ്ലേവറാണ് കായപ്പൊടി ചേർക്കുന്നത്, അതുകൊണ്ടാണ് ചേർത്തത്. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വറുത്ത റവ. വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം, കുഴപ്പമില്ല. ഇനി റവ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരൽപ്പം തൈരാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിക്കുന്നത്. അവലിൽ ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ അല്പം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. ഇനി അഥവാ വെള്ളം അങ്ങനെ കൂടിപ്പോയാൽ അല്പം അരിപ്പൊടി കൂടി ചേർത്ത് അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കേണ്ടതാണ്. വടയ്ക്കുള്ള മാവ് കൂടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ കൈ ഒരൽപ്പം വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ ചെയ്യും പോലെ തന്നെ നടുവിലൊരു ദ്വാരം ഇട്ട് കൊടുക്കുക. ഇതുപോലെ തയ്യാറാക്കിയതിനെ നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ തവണ വടയുടെ ഷേപ്പിൽ മാവ് എടുക്കുമ്പോഴും കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം മാവ് തയ്യാറാക്കാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും. എണ്ണയിലിട്ട് കൊടുത്ത ഈ വടയെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അകം വെന്ത് കിട്ടുകയില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. നല്ല ഗോൾഡൻ നിറത്തിൽ നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി ഈ വട തയ്യാറാക്കാൻ. മാത്രമല്ല ഉഴുന്നുവടയെ പോലെ കുതിർത്ത് അരച്ചെടുക്കുന്ന പാടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഇഷ്ടപ്പെടും. പുറം നല്ല ക്രിസ്പിയാണ്, അകത്ത് നിന്ന് സോഫ്റ്റുമാണ്, വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും തയ്യാറാക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും തയ്യാറാക്കുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നമ്മളുടെ എല്ലാ വടകളും ഇതുപോലെ തന്നെ ഓരോരോ ബാച്ചായിട്ട് പൊരിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.